ഫ്രിഡ്ജ് വാങ്ങിച്ചതിൻ്റെ പെട്ടി കിട്ടിയപ്പോൾ അത്യാവശ്യം വലിയ പെട്ടിയായത് കാരണം അതിൻ്റെ അകത്ത് സാധനങ്ങൾ ഇട്ട് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വന്നു. അത്രയും വലിയ പെട്ടിക്കകത്ത് എന്ത് സാധനം ഇട്ട് വെക്കാനാണ്? ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. നമുക്ക് ഓർഗനൈസർ ഉണ്ടാക്കാൻ അത് തന്നെ ധാരാളം. ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ഓർഗനൈസിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ഉടനെ ഇതിൻ്റെ അകത്തൊന്ന് ഇളക്കുമെന്ന്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 മാസം ആകുന്നു. ഇപ്പോഴാണ് അതൊന്ന് ഇളക്കാൻ പറ്റുന്നത്. ഇളക്കുമെന്ന് പറയാൻ കാരണം ഞാൻ ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് ഇതങ്ങോട്ട് വെച്ച് ഇതിൻ്റെ അകത്തെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ പറയുന്നത് സെം ബ്രേക്കിൻ്റെ സമയത്ത്, അതായത് ഈ ചാനൽ അങ്ങോട്ട് തുടങ്ങിയ സമയത്ത്. അതിപ്പോൾ കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. ക്ലാസ് തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ചെറിയ ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ട്രയൽ പോലെ ഉണ്ടാക്കി നോക്കിയതാ. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ വേണേൽ താഴെ ടാഗ് ചെയ്തേക്കാം. അതൊക്കെ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്ക്. ചെറിയ ഓർഗനൈസറാണ്, സിമ്പിളാണ്. പക്ഷേ ഇത് അത്യാവശ്യം വലുതാണ്. അതുപോലെ തന്നെ ഒത്തിരി സമയം എടുക്കും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നേരം യാതൊരു കുഴപ്പമില്ലായിരുന്നു. ആ പശ ഞാൻ അവിടെ വെച്ചിട്ട് തട്ടി താഴോട്ടിട്ടു. അവിടെ മൊത്തം പശയായി. പോരാളി കണ്ടില്ലേ എൻ്റെ ഭാഗ്യം. ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ അബദ്ധം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കമ്പാർട്ട്മെന്റും ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഇങ്ങനെയാക്കി. അത് അങ്ങനെ ആക്കുന്ന ഓർഗനൈസിങ് ടൈം ലാപ്സ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും അടുത്ത ദിവസം ഇട്ടേക്കാം. സോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.